ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാപ്പച്ചീനോൻ്റെ റെസിപ്പിയാണ്. നമ്മളിപ്പോൾ പുറത്ത് പോയി കഫേസിനെല്ലാം കുടിക്കുന്ന സെയിം ക്യാപ്പച്ചീനോ ആണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ ഞാൻ കുറച്ച് ഡിസൈൻസും കാണിക്കുന്നുണ്ട്. നമ്മൾ കഫേന്നെല്ലാം കുടിക്കുമ്പോൾ ഡിസൈൻസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ മേലെ, അങ്ങനെ കുറച്ച് ഡിസൈൻസും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്. അപ്പോൾ നമുക്ക് ക്യാപ്പച്ചീനോ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കോഫി മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ബ്രൂവിൻ്റെയോ നെസ്കഫേൻ്റെയോ ഏതിൻ്റെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു 2 ടീസ്പൂണോളം എടുത്തിട്ട് ആ മഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാരയും കോഫി പൗഡറും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഈ കോഫി പൗഡറിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു മിൽക്ക് ഫ്രോത്തർ ഉണ്ടെങ്കിൽ ഇതാണ് കുറച്ചും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ സുഖം. അത് വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂണോ ഫോർക്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ പെട്ടെന്ന് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബ്ലേഡ് മാത്രം ഇട്ടിട്ട് അത് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാലും വേഗം തന്നെ ആയി കിട്ടും. അപ്പോൾ എങ്ങനെയെങ്കിലും നല്ലോണം ഇത് അടിച്ച് പതപ്പിച്ചെടുക്കുക. മിൽക്ക് ഫ്രോത്തർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം പതഞ്ഞ് വരും. അല്ല നമ്മൾ ഫോർക്ക് വെച്ചിട്ടാണ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് എടുക്കും അത് നല്ലോണം പതഞ്ഞ് വരാനായിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. ഷോപ്പ് 101 എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇതൊരു റീസെല്ലിംഗ് ആപ്പാണ് കേട്ടോ. ആപ്പ് വഴി നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഗ്രൂപ്പ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നേരിട്ടോ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയും അതുപോലെ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഷെയർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇഷ്ടമാവേ അത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാണ് അത് ഓർഡർ ചെയ്ത് കൊടുക്കേണ്ടത്. നേരെ ഈ ആപ്പിലേക്ക് വരിക, എന്നിട്ട് നമ്മൾ അവരുടെ അഡ്രസ്സിലാണ് ഇത് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കസ്റ്റമർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ഈ നോർമൽ പ്രൈസിനേക്കാളും പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനേക്കാളും നിങ്ങൾ കൂട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ പ്രോഫിറ്റ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിന് കൂടുതൽ വരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അത് നിങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്. ഇങ്ങനെ അവരുടെ അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം അയച്ചു കൊടുത്തിട്ട് അതുവഴി നമുക്ക് ഓർഡർ കിട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ എല്ലാം നമുക്ക് ഈ ആപ്പ് വഴി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അതുവഴിയും പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ റീസെല് ചെയ്തിട്ടും അതുപോലെ റെഫർ ആൻഡ് ഏൺ ചെയ്തിട്ടും കിട്ടിയിട്ടുള്ള പൈസ മുഴുവന് ഇതിൽ യുവർ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയാൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കംപ്ലീറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. പിന്നെ ഇത് മാത്രമല്ല, ഇതിൽ നല്ല വിലക്കുറവാണ്. അപ്പോൾ നമുക്കും വേണമെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്, എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോയിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. കുറേ നേരം ബീറ്റ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നല്ലൊരു കണ്ടെയ്നറിലാക്കി, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ ക്യാപ്പച്ചീനോ വേണ്ടത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് പാലിൽ മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കോഫി മിക്സ് ഞാൻ നല്ലോണം അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാലും ഇത് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പം അത്യാവശ്യം ചൂടുള്ള പാലാണ് കേട്ടോ ഇത്. അങ്ങനെ കുറച്ച് ചൂടിൽ ചെയ്യുമ്പോഴാണ് ഇത് നല്ലോണം ഒന്ന് പതഞ്ഞ് വരിക. അപ്പോൾ നമ്മുടെ പാലും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളാണ്. കുറച്ച് കോഫി മിക്സ് ഒരു മഗ്ഗിലേക്ക് ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിതൊരു മീഡിയം മധുരത്തിലാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നോർമൽ ക്യാപ്പച്ചീനോ ആണ്. നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ഷോപ്പിൽ നിന്ന് ക്യാപ്പച്ചീനോ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഉണ്ടാവും. അത് നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഈസി ഡിസൈൻസാണ് ഞാൻ ഇനി കാണിക്കാൻ പോണത്.
ഇത് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനൊരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് അതിൻ്റെ ടിപ്പിലൊരു ചെറിയ കട്ടാണ് കൊടുത്തിട്ടുള്ളത്, നല്ല തിൻ ലൈൻസ് വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ക്യാപ്പുച്ചിനോൻ്റെ മേലെ ഇത് വെച്ചിട്ട് ഇങ്ങനൊരു സിഗ്സാക്ട് ലൈൻസ് പോലെ ആക്കിയെടുക്കുക. ഇനി ഒരു ക്ലീൻ ടൂത്ത് പിക്ക് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് വരച്ചിട്ടുള്ള ആ സിഗ്സാക്ട് ലൈൻസിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കിട്ടും. അടുത്ത ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഇങ്ങനെ സെൻറ്ററിനെ റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവരിക. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ആദ്യം സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ 4 ഭാഗത്തേക്കും പുറത്തേക്ക് വരച്ചു കൊടുക്കുക. അതിനുശേഷം പുറത്തുനിന്ന് ഉള്ളിലോട്ട് വരയ്ക്കുക. ഇത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത ഡിസൈൻ ഒരു ഈസി ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഡോട്ട് ഡോട്ട് ആക്കി കൊടുക്കുക. ഇനി ഈ ഡോട്ട്സിൻ്റെ നടുവിലൂടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് വരും. അടുത്ത ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് ഫ്രോത്ത് വേണം. പാലിൻ്റെ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ പത എടുക്കുക, എന്നിട്ട് ഇങ്ങനെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ വെച്ചിട്ടുള്ള ഫ്രോത്തിൻ്റെ ചുറ്റും ഒരു ബോർഡർ ലൈൻ പോലെ ഇങ്ങനെ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ നമ്മൾ മിൽക്ക് ഫ്രോത്ത് വെച്ചല്ലോ അവിടുന്ന് മുതൽ പുറത്തേക്ക് ഇങ്ങനെ വരയ്ക്കുക, പിന്നെ അകത്തേക്ക് വരയ്ക്കുക, വീണ്ടും പുറത്തേക്ക്, അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം കുറച്ച് കോഫി മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ പാലൊഴിക്കുക. ഇതിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ പാലൊഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ കോഫി മിക്സും പാലും അങ്ങനെ മിക്സ് ആയിട്ടില്ല. ഇനി ഈ കോഫി മിക്സ് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ആക്കി കൊടുക്കണം. സെൻറ്ററിൽ ഇപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് ഫ്രോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ പാലും പിന്നെ കോഫി മിക്സും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു ബോർഡർ ലൈൻ പോലെ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് വരച്ചു കൊടുക്കുക. ഇനി ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് റൗണ്ട് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അടുത്ത ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള കോഫി മിക്സ് ഇല്ലേ, അത് ക്യാപ്പുച്ചിനോൻ്റെ മേലെ ഇങ്ങനെ ലൈനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ലൈൻസിന് ഔട്ട്ലൈൻ ചെയ്യുന്ന പോലെ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ആദ്യം അങ്ങോട്ട് വരയ്ക്കുക, പിന്നെ ഇങ്ങോട്ട്, അങ്ങനെ സിഗ്സാക്ക് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ക്യാപ്പച്ചിനോ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഡിസൈൻസ് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്